എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൃദുൽ ശിവദാസ് എന്നാണ്. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പേര് നോ ലോജിക് ഓൺലി മാഡ്നസ്. ഈ അടുത്ത് റിലീസായ ഒരു സിനിമ, ആ സിനിമ തുടങ്ങുമ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഒരു ടാഗ് ലൈനാണ് നോ ലോജിക് ഓൺലി മാഡ്നസ്. ആ സിനിമയുടെ പേര് ഭയം ഭക്തി ബഹുമാനം, അതിൻ്റെ ഷോർട്ടായിട്ട് ബബ്ബ, അതാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം, നമ്മൾ പൊതുവെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാർ ഭയഭക്തി ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ അതവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു വിഷയം കൂടിയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇനി ഈ ഒരു ടോക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഈ അടുത്ത് റിഡക്ഷ്യോ എന്ന് പറയുന്ന ഒരു ചാനലിൽ പ്രതീഷ് വാമദേവൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് യുക്തിവാദികളുടെ രീതികൾ പൊതുവെ, അതുപോലെ ഡോക്കിൻസിനെ പർട്ടിക്കുലറായിട്ടും ആൾ വിമർശിക്കുന്നുണ്ട്. ഡോക്കിൻസ് വിമർശനാതീതനായിട്ടുള്ള ഒരാളല്ല, യുക്തിവാദം വിമർശനാതീതമായിട്ടുള്ള ഒരു ആശയമല്ല. ഈ ടോക്കിന് മറുപടിയായിട്ട്, ഈ ഒരു ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറയുന്ന ടോക്കിന് മറുപടിയായിട്ട് ഡോക്ടർ വിശ്വനാഥൻ സാർ വേറൊരു ടോക്ക് ചെയ്തിരുന്നു. നാസി വംശീയത മുതൽ സൗദിയിലെ സ്ത്രീകൾ വരെ എന്ന് പറഞ്ഞിട്ട് അതിനൊരു മറുപടി പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്പീക്കേഴ്സും പൊതുവിൽ അംഗീകരിക്കുന്ന പോലെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഡോക്കിൻസ് ഒരു ട്രാൻസ്ഫോബാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള നിലപാടുകൾ ഡോക്കിൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അത് ഈ റിഡക്ഷോടെ പ്രതീഷ് വാമദേവനും സൂചിപ്പിക്കുന്നുണ്ട്. മറുപടി പ്രഭാഷണത്തിൽ വിശ്വനാഥൻ ഡോക്ടർ അങ്ങനെ ഒരു സൂചന തരുന്നുണ്ട്. അപ്പോൾ ഡോക്കിൻസ് ശരിക്കും ട്രാൻസ്ഫോബായിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നുള്ളതാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്കിൻസിന് അങ്ങനെ ഒരു ടാഗ് വന്നത്, ആളൊരു ട്രാൻസ്ഫോബാണെന്നൊരു ടാഗ് വന്നത്? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, കുറേ കാരണങ്ങളുണ്ടാവും. അതിനകത്ത് ഒരു കാരണം, പ്രധാന കാരണം എന്ന് പറയുന്നത്, ഡോക്കിൻസ് ഒരു പുസ്തകത്തിന് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. പുള്ളി ആളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയും ആ പുസ്തകത്തിന് റിവ്യൂ, ഹൈലി റെക്കമെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ദ എൻഡ് ഓഫ് ജെൻഡർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയത് ഡോക്ടർ ഡെബ്ര സോ ആണ്. അവരൊരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിരുന്നു, സെക്സോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നൊരു ലേഡിയായിരുന്നു. അവരെന്നിട്ട് അതിൽ നിന്ന് മാറി അവർ പിന്നെ ഒരു ഓതർ ആവുകയാണ്, ഒരു കോളമിസ്റ്റ് ആവുകയാണ്. അവർ കരുതുകയാണ് സയൻറ്റിഫിക് ട്രൂത്ത് ഓപ്പണായി അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നല്ലത് സയൻസ് ഫീൽഡിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ്, ഒരു ജേർണലിസ്റ്റ് ആവുക എന്നുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. അവരങ്ങനെ എന്താ പറയുക, ഒരു റിസർച്ചർ എന്നുള്ള ഒരു ജോലി ഉപേക്ഷിച്ച് അവരൊരു കോളമിസ്റ്റ് ആവുകയാണ്, അവരൊരു ഓതർ ആവുകയാണ്. എന്നിട്ട് അവർ എഴുതിയ പുസ്തകമാണ് ദി എൻഡ് ഓഫ് ജെൻഡർ, ഡീബങ്കിങ് ദ മിത്സ് അബൌട്ട് സെക്സ് ആൻഡ് ഐഡൻറ്റിറ്റി ഇൻ അവർ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിനെ പ്രൊമോട്ട് ചെയ്തതാണ് ഡോക്കിൻസ് ഒരു ട്രാൻസ്ഫോബാണെന്നുള്ള ഒരു നരേറ്റീവ് വരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്നുള്ള കാര്യം, അതാണ് ഞാൻ മുഴുവനല്ല, അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഡോക്കിൻസ് ഒരു ട്രാൻസ്ഫോബാണോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ യുക്തിവാദികളായിട്ടുള്ള നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിഭാഗം യുക്തിവാദികളായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ LGBTQ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ കോസ്, ആ ഒരു പൊളിറ്റിക്സിനെയൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അതിപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ അംഗീകരിക്കുന്നതും സയൻസ് വിരുദ്ധത പറയുന്നതിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഞാൻ കരുതുന്ന കാര്യം, നമുക്കൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സയൻസിനെ വളച്ചൊടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ശാസ്ത്രീയമായ വസ്തുതകൾ വളച്ചൊടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ മൊത്തം ക്രെഡിബിലിറ്റി പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ സെക്സ് ബൈനറിയാണ്, ജെൻഡർ ബൈനറിയാണ്, സെക്സ് ഒരു സ്പെക്ട്രമാണ്, അതൊരു ബൈനറി അല്ല. ജെൻഡർ അതുപോലെ തന്നെ ഒരു സ്പെക്ട്രമാണ്, ബൈനറി അല്ല, അല്ലേ? ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ എത്ര പേര് സെക്സ് ഒരു സ്പെക്ട്രമാണ് എന്ന് കരുതുന്ന എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്ര പേര് കരുതുന്നുണ്ട് സെക്സ് ഒരു സ്പെക്ട്രമാണ്, ബൈനറി അല്ല? അങ്ങനെ കരുതുന്ന എത്ര പേരുണ്ട് ഇവിടെ? ജെൻഡർ
അതുപോലെ ജെൻഡർ ഒരു സ്പെക്ട്രമാണോ അത് ബൈനറി ആണോ? ഇപ്പോൾ മെയിൽ ഫീമെയിൽ മാത്രമാണോ ഉള്ളത്, അതല്ലാതെ വേറെ ജെൻഡേഴ്സ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്? പൊതുവിൽ ഞാൻ ഇപ്പോൾ യുക്തിവാദികളായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ശാസ്ത്ര പ്രചാരകരൊക്കെ സെക്സ് സ്പെക്ട്രമാണ്, ജെൻഡർ സ്പെക്ട്രമാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സെക്സ് സ്പെക്ട്രമാണെന്ന് പറയുന്ന ആൾക്കാർ പൊതുവെ പറയാം മെയിൽ ഫീമെയിൽ മാത്രമല്ല ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ജെൻഡറിൻ്റെ എണ്ണം ദിവസം പ്രതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഇതാണ് ഞാൻ ഈ ടോക്ക് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന ടാഗ് ലൈൻ കൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത്, ഡെബ്രാസോൻ്റെ ഈ പുസ്തകത്തിനകത്ത് അവർ ആമുഖമായിട്ട് പറയുന്നത് ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് ബയോളജി. ഈ പുസ്തകം ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ LGBT മൂവ്മെൻറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ. പക്ഷേ ഈ ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോക്കിനെ, നമ്മൾ ഈ ഒരു പുസ്തകത്തിനെ സമീപിക്കേണ്ടത്. അപ്പോൾ അവിടെ ബയോളജിക്കെതിരെ ആയിട്ടുള്ളൊരു യുദ്ധമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് ആമുഖമായിട്ട് ഡെബ്രാസോ പറയുന്നത്. ഈ ട്രാൻസ് അല്ലെങ്കിൽ LGBTQ ആക്ടിവിസ്റ്റുകൾ അവർ പറയുന്നുണ്ട് അതിനകത്ത്, സയൻറ്റിഫിക് റിസർച്ച് ഈസ് നോ ലോങ്ങർ അബൌട്ട് എക്സ്പ്ലോറിങ് ന്യൂ ഗ്രൗണ്ട് ബട്ട് പ്രൊമോട്ടിങ് ഐഡിയാസ് ദാറ്റ് മേക്ക് പീപ്പിൾ ഹാപ്പി. 9 ചാപ്റ്റേഴ്സാണ് ഈ പുസ്തകത്തിനകത്ത് ആമുഖം. അത് കഴിഞ്ഞ് പിന്നെ 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഓരോ ചാപ്റ്റേഴ്സും അവർ ഓരോരോ മിത്തുകൾ ഡീബങ്ക് ചെയ്യാണ്. പിന്നെ അവസാനം അവർ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സ് ഇവർ ഡീബങ്ക് ചെയ്യുന്ന മിത്തുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് ഓരോ ചാപ്റ്ററിൻ്റെ പേരാണ്. ആദ്യത്തെ ചാപ്റ്റർ ബയോളജിക്കൽ സെക്സ് ഈസ് എ സ്പെക്ട്രം. സെക്സ് എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണെന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു നാരേറ്റീവിനെയാണ് ഇവർ ആദ്യം ഡീബങ്ക് ചെയ്യുന്നത്. പിന്നെ അവർ പറയുന്നു രണ്ടാമത്തെ ചാപ്റ്റർ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ജെൻഡർ ഒരു സമൂഹ നിർമ്മിതിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ജെൻഡർ ഒരു ബയോളജിക്കൽ പ്രതിഭാസമാണെന്നുള്ളതാണ് ഡെബ്രാസോ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. ഇനി മൂന്നാമത്തെ ദർ ആർ മോർ ദാൻ 2 genders. 2 കൂടുതൽ ജെൻഡേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു മിത്താണ് അവർ പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ അഡ്രസ്സ് ചെയ്യുന്നത്. നാലാമത്തെ ചാപ്റ്ററിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ആർ അൺറിലേറ്റഡ്. ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനും അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ അതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നുള്ളൊരു നരേറ്റീവ് ഉണ്ട്. അതിനെയും ഡെബ്രാസോ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അടുത്തത് ചിൽഡ്രൻ വിത്ത് ജെൻഡർ ഡിസ്ഫോറിയ ഷുഡ് ട്രാൻസിഷൻ. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് വെച്ചാൽ ലിംഗപരമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികതയെ സംബന്ധിക്കുന്ന ഒരു കൺഫ്യൂഷൻ ചെറിയ പിള്ളേർക്ക് ചെറിയ പ്രായത്തിൽ അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടാൽ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യണം? ട്രാൻസിഷൻ ചെയ്യണം, അതായത് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളൊരു നിലപാട് വെസ്റ്റിലുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു പുസ്തകത്തിന് ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോക്കി കണ്ടത്. ഇവിടെ അങ്ങനെയില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. കുട്ടികളിൽ ജെൻഡർ ഡിസ്ഫോറിയ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസിഷൻ ചെയ്യണം, അവർ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം എന്നുള്ള ഒരു ആശയത്തെ ഡെബ്രാസോ എതിർക്കുന്നുണ്ട്. നോ ഡിഫറൻസസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ട്രാൻസ് വുമൻ ആൻഡ് വിമൻ ഹു വെയർ ബോൺ വുമൻ. ബയോളജിക്കലായിട്ട് ജന്മനാ സ്ത്രീ ആയിട്ടുള്ളൊരു വ്യക്തിയും ട്രാൻസിഷനിലൂടെ സ്ത്രീ ആവുന്നൊരു വ്യക്തിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള നരേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് അങ്ങനെയുള്ള ഇവൻറ്റുകളിലൊക്കെ ട്രാൻസ് വിമണിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള മൂവ്മെൻറ്റ് വെസ്റ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അഗെയിൻസ്റ്റാണ് ഇവർ. അപ്പോൾ ഇവർ ആ ഒരു മിത്ത് ഉണ്ടല്ലോ, അതിനെയും കൂടെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്റർ പറയുന്നത് വിമൻ ഷുഡ് ബിഹേവ് ലൈക്ക് മെൻ ഇൻ സെക്സ് ആൻഡ് ഡേറ്റിംഗ്. സെക്സിലും ഡേറ്റിങ്ങിലും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ പെരുമാറണം എന്നുള്ള ഒരു നരേറ്റീവിനും ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ പാരൻറ്റിങ് വർക്ക്സ് എന്ന് പറയുന്ന ആ ഒരു മിത്ത് അവർ പറയുകയാണ് അതൊരു മിത്താണ് എന്നുള്ളത്. അവസാനത്തെ ചാപ്റ്റർ സെക്സോളജി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മേക്ക് ഗുഡ് ബെഡ് ഫെലോസ്. അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും സോഷ്യൽ ജസ്റ്റിസും അല്ലെങ്കിൽ ആക്ടിവിസവും അത് രണ്ടും കൈകോർത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട് വെസ്റ്റിൽ. പക്ഷെ അവർ അഗെയിൻസ്റ്റാണ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ സയൻസ് അപ്പൊളിറ്റിക്കലായിരിക്കണം, അതിനകത്ത് പൊളിറ്റിക്സ് ഇടപെടരുത് എന്നുള്ള ഒരു ആശയമാണ് ഡെബ്രാസോക്കുള്ള ഈ ഒരു പുസ്തകത്തിനകത്ത്. പിന്നെ കൺക്ലൂഷനായിട്ട് അവർ പറയുന്നുണ്ട് ഒരു ഹോപ്പ്, നമ്മൾ ഈ ഒരു പുസ്തകം കൂടുതൽ ആളുകൾ മാറി ചിന്തിക്കാൻ ഒരു എന്താ പറയുക, ഒരു
ടൂളാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ പുസ്തകം മുഴുവനായിട്ടൊന്നും ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ സമയമില്ല. പ്രധാനമായിട്ട് ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ് എന്ന് പറയുന്ന ആശയം, അതുപോലെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണെന്നുള്ള ഒരു വാദം, ഈ രണ്ട് വാദങ്ങളാണ് ഞാൻ ഈ ഒരു ടോക്കിൽ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെബ്രാസോ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോക്കിൻസ് ഈ പുസ്തകം എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇയാളും ഈ പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലെയും പോലും കുറേ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് പുള്ളിക്ക് ട്രാൻസ്ഫോബ് എന്നുള്ള ഒരു ലേബൽ കിട്ടിയത്. പുള്ളിനെ ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ പാശ്ചാത്യ ലോകത്ത് പൊതുവെ, ആ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ഡെബ്രാസോ ഈ പുസ്തകത്തിൽ പറയുന്നു ബയോളജിക്കൽ സെക്സ് ഈസ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ അത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പം നമ്മൾ പലരും എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്? ജെനിറ്റൽസ് നോക്കിയിട്ടാണോ? കുട്ടികളുടെ ലിംഗം, ആ ഒരു അവയവം അത് നോക്കിയിട്ടാണോ സെക്സ് നിർണ്ണയിക്കുക? അതോ അവരുടെ ഹോർമോണൽ പ്രൊഫൈൽസ് XY ആണോ XX ആണോ എന്നൊക്കെ നോക്കിയിട്ടാണോ? അല്ലേ, ക്രോമസോംസ് നോക്കിയിട്ടാണോ? പക്ഷേ ഇങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ ബയോളജിസ്റ്റുകൾ സെക്സ് നിർണ്ണയിക്കുന്നത്. സെക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ക്രോമസോംസ് ഓർ അവർ ജെനിറ്റൽസ് ഓർ ഹോർമോണൽ പ്രൊഫൈൽസ് ബട്ട് ബൈ ഗാമീറ്റ്സ് which are mature reproductive cells. Mature reproductive cells ആയ ഗാമീറ്റ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്സ് നിർണ്ണയിക്കുക. ഇപ്പോൾ അഡൽട്സ്, മെച്ചുവർ അഡൽട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേം ആണെങ്കിൽ, അതായത് ചെറിയ റീപ്രൊഡക്റ്റീവ് സെൽസ് ആണെങ്കിൽ സ്പേം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ മെയിൽ, അതല്ല എഗ്സ്, വലിയ റീപ്രൊഡക്റ്റീവ് സെൽസായ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ആണെങ്കിൽ അവർ ഫീമെയിൽ. ഇങ്ങനെയാണ് ബയോളജിയിൽ സെക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, സെക്സിൻ്റെ ഡിറ്റർമിനേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുക, 2 types ഓഫ് ഗാമീറ്റ്സ് ഉള്ളൂ, ഒന്നുകിൽ സ്പേം അല്ലെങ്കിൽ എഗ്, അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ്, ദർ ആർ നോ ഇൻ്റർമീഡിയറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് ബിറ്റ്വീൻ എഗ് ആൻഡ് സ്പേം സെൽസ്, അല്ലേ? ഒന്നുകിൽ എഗ് അല്ലെങ്കിൽ സ്പേം, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സുകളേ ഉള്ളൂ. അപ്പോൾ എന്താണ്? സെക്സ് ബൈനറിയാണ്. ഇനി ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ സ്പെക്ട്രം വാദക്കാർ എപ്പോഴും മുന്നോട്ട് കൊണ്ടുവരുന്ന സംഗതിയാണ്, ഇപ്പോൾ സെക്സ് ബൈനറി അല്ല ഇൻ്റർസെക്സ് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട്, ഇൻ്റർസെക്സ് പ്രൂവ് ചെയ്യുന്ന അതൊരു സ്പെക്ട്രാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇൻ്റർസെക്സ് കണ്ടീഷനെ കുറിച്ച് ഞാൻ പറയാം. ഇനി ജെൻഡറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ജെൻഡറിന് കൃത്യമായ നിർവചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ജെൻഡറായിട്ട് ബന്ധപ്പെട്ട നമുക്ക് 2 വാക്കുകൾ, ഒന്ന് ജെൻഡർ ഐഡൻറ്റിറ്റി, പിന്നൊന്ന് ജെൻഡർ എക്സ്പ്രഷൻ. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ഹൗ വി ഫീൽ ഇൻ റിലേഷൻ ടു അവർ സെക്സ് റിഗാർഡിങ് വെദർ വി ഫീൽ മാസ്കുലൈൻ ഓർ ഫെമിനൈൻ. അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സെക്സ്, ജന്മം കൊണ്ട് നമ്മളൊരു സ്ത്രീ ആയിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു പുരുഷൻ, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ മൈൻഡാണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾക്ക് സ്വയം തോന്നുന്നത് നമ്മളൊരു പുരുഷനായിട്ടാണ്. അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. ചിലപ്പോൾ നമ്മൾ 99% ആൾക്കാരും നമ്മുടെ ബർത്ത് സെക്സ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ടേം നമ്മൾ അറിഞ്ഞിരിക്കുക, ജെൻഡർ ഐഡൻറ്റിറ്റി. അതെല്ലായ്പ്പോഴും നമ്മളുടെ സെക്സിനോട് ഇൻലൈനായിരിക്കണം നിർബന്ധമില്ല. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വയം നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു, നമ്മൾ ഏത് ജെൻഡറായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ, ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ജെൻഡർ എക്സ്പ്രഷൻ ഈസ് ദ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ജെൻഡർ ഐഡൻറ്റിറ്റി ഓർ ഹൗ വി എക്സ്പ്രസ് അവർ ജെൻഡർ ത്രൂ അവർ അപ്പിയറൻസ് ലൈക്ക് ക്ലോത്തിങ് ആൻഡ് ഹെയർ സ്റ്റൈൽ ചോയ്സസ് ആൻഡ് മാനറിസംസ്. നമ്മളുടെ വസ്ത്രധാരണത്തിലൂടെ, നമ്മളുടെ ഹെയർ സ്റ്റൈൽ, നമ്മളുടെ മാനറിസംസ്, ഇതിലൂടെയൊക്കെ നമ്മളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുക. ഇനി ഡെബ്രാസോ പറയുന്നു, സിമിലർ ടു സെക്സ്, ജെൻഡർ ബോത്ത് വിത്ത് റിഗാർഡ് ടു ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്പ്രഷൻ ഈസ് ബയോളജിക്കൽ, ഇറ്റ് ഈസ് നോട്ട് എ സോഷ്യൽ കൺസ്ട്രക്ട്. ഇതൊരു സെക്സ് അല്ല, ജെൻഡർ എന്ന് പറയുന്നത് സെക്സിൻ്റെ പോലെ തന്നെ അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ല, അതൊരു സമൂഹ നിർമ്മിതി അല്ല, ഇതെല്ലാം ബയോളജിക്കലാണെന്നുള്ളതാണ് ഡോക്ടർ ഡെബ്രാസോ വാദിക്കുന്നത്. അവർ പറയുന്നു, ബയോളജി നോട്ട് സൊസൈറ്റി dictates whether we are gender typical or atypical, the extent to which we identify as the sex we were born as, and the partners we are sexually attracted to.
നമ്മളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി നിർണ്ണയിക്കുന്നതാണെങ്കിലും നമ്മൾ ഭാവിയിൽ നമ്മളുടെ എന്താ പറയുക, പാർട്ട്ണർ ആരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരോടാണ് സെക്ഷലി അട്രാക്ഷൻ നമുക്ക് തോന്നുക എന്നുള്ളതൊക്കെ നിർണ്ണയിക്കുന്നത് സൊസൈറ്റി അല്ല, ബയോളജിയാണ് എന്നുള്ളതാണ് ഡോക്ടർ ഡെബ്രാസോയുടെ വാദം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രം എ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് ബേസിക്കലി സിനോണിമസ് വിത്ത് ബയോളജിക്കൽ സെക്സ്. എക്സെപ്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർസെക്സും ട്രാൻസ്ജെൻഡറും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാം ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളും ഈ സ്പെക്ട്രം വാദത്തെ സാധൂകരിക്കുന്നുണ്ടോ അതോ ബൈനറി വാദത്തെയാണോ സാധൂകരിക്കുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 99% ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബയോളജിക്കൽ സെക്സ് എന്താണോ അത് തന്നെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. എക്സ്പ്രഷനൊക്കെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി 1% ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അവരുടെ ബെർത്ത് സെക്സും അലൈൻ ആവണമെന്നില്ല. അവരൊന്നുകിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ജെൻഡർ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ആയിരിക്കാം. ഇനി അമേരിക്കയിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 പേര് 1000 പേരിൽ 6 പേര് ട്രാൻസ്ജെൻഡേഴ്സാണ്, 100-ൽ ഒരാൾ ഇൻ്റർസെക്സ് ആണ്. എന്താണ് ഇൻ്റർസെക്സ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം, ട്രാൻസ്ജെൻഡർ ഞാൻ വഴി പറയാം. പണ്ട് ഹെർമാഫ്രോയിഡിസം എന്നാണ് വിളിച്ചിരുന്നത് ഇൻ്റർസെക്സ് അവസ്ഥേനെ. പക്ഷെ അതൊരു ഇൻസെൻസിറ്റീവായിട്ടുള്ളൊരു ടേമാണെന്നുള്ളത് കൊണ്ട് പിന്നെ ആ ഒരു ടേം ആളുകൾ യൂസ് ചെയ്യാതായി. ഇപ്പോൾ ഇൻ്റർസെക്സ് എന്നാണ് പറയുക. ഈ ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകൾ അവർ റീപ്രൊഡക്റ്റീവ് അനാട്ടമി പുരുഷൻ്റെയും സ്ത്രീകളുടെയും മിക്സ് ചെയ്തിട്ട് വരും. അപ്പോൾ അവർ പറയാണ് ഇൻ്റർസെക്സ് പൊസസസ് റീപ്രൊഡക്റ്റീവ് ഓർ സെക്ഷൽ അനാട്ടമി ദാറ്റ് വുഡ് ബി കൺസിഡേർഡ് എറ്റിപ്പിക്കൽ ബിക്കോസ് ഇറ്റ് ഡസൻ ഫിറ്റ് ദ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓഫ് മെയിൽ എ ഫീമെയിൽ. ഒരു സ്റ്റാൻഡേർഡ് നിർവചനം ഉണ്ടല്ലോ നമുക്കൊരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു നിർവചനത്തിൽ ഒതുങ്ങാത്ത രീതിയിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, സെക്ഷൽ അനാട്ടമി ആവാം, റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആയിരിക്കാം, അത് മിക്സ് ചെയ്ത് വരും. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയുക. അപ്പോൾ അവർ ഏകദേശം ഒരു 30ഓളം കണ്ടീഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇൻ്റർസെക്സ് അവസ്ഥകൾ. പലതരം അവസ്ഥകളുണ്ട് ഇൻ്റർസെക്സിൽ. ഇനി ഇൻ്റർസെക്സ് വ്യക്തികൾ സെക്സ് ബൈനറി അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സെക്സ് ഒരു സ്പെക്ട്രം ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്സിൻ്റെ നിർവചനം, സെക്സിനെ ബയോളജിസ്റ്റുകൾ എങ്ങനെയാണ് ഡിഫൈൻ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അതായത് ഒന്നുകിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഈ ഇൻ്റർസെക്സ് ആയിട്ടുള്ള വ്യക്തികളും അവർ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബഹുഭൂരിപക്ഷം അങ്ങനെ. ഒന്നാമത് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് തന്നെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നുകിൽ എന്താണ് എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്പേമാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി അതും അല്ലെങ്കിൽ അവർ ഇൻഫെർട്ടൈലായിരിക്കും. അപ്പോൾ അവരും എന്താണ് പറഞ്ഞു വരുമ്പോൾ ഒന്നുകിൽ മെയിലാണ് അല്ലെങ്കിൽ ഫീമെയിലാണ്. അപ്പോൾ അവർ എന്താണ് ആ സെക്സ് എന്ന് പറയുന്നത് ബൈനറി അല്ലാതാക്കുന്നില്ല. ഇനി അടുത്ത ഭാഗം അവർ രണ്ടാമത്തെ ചാപ്റ്ററിൽ ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു മിത്ത്, അതിനെ കൂടുതലും വോക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു വാദമായിട്ട് മുന്നോട്ട് വരിക. ജെൻഡർ എന്ന് പറയുന്നത് സമൂഹ നിർമ്മിതിയാണ്. സമൂഹമാണ് പുരുഷനെ പുരുഷനാക്കുന്നത്, സ്ത്രീനെ സ്ത്രീയാക്കുന്നത്, പുരുഷത്തെ നിർണ്ണയിക്കുന്നത്, നിർവചിക്കുന്നത് എന്നൊക്കെ പറയും. സാമൂഹ്യമായിട്ടുള്ള കണ്ടീഷനിങ് കൊണ്ടാണ് പുരുഷന്മാരെ പോലെ പെരുമാറുന്നത്, സ്ത്രീകളെ പോലെ പെരുമാറുന്നത്. അല്ലാതെ അതിന് ബയോളജിക്കൽ ബേസ് ഇല്ല എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ സംസാരിച്ച് കാണുക. ഇനി അക്കാഡമിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് അങ്ങനെ ഒരു എന്താ പറയുക എൻലൈറ്റൻമെൻറ്റ് ജ്ഞാനോദയ യുക്തിവാദത്തിനൊക്കെ എഗെയിൻസ്റ്റായിട്ട് പോസ്റ്റ് മോഡേൺ ആശയക്കാരുണ്ട്. അപ്പോൾ അവരാണ് സെക്സ് അല്ലെങ്കിൽ ഈ ജെൻഡറൊക്കെ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ. നിർഭാഗ്യവശാൽ നമ്മളെ യുക്തിവാദികൾ ഈ ജ്ഞാനോദയ പാരമ്പര്യം അവകാശപ്പെടുന്ന യുക്തിവാദികൾ പോലും ഇത് ഏറ്റു പറയുന്നുണ്ടെന്നുള്ളതൊരു എന്താ പറയുക ഒരു വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പോസ്റ്റ് മോഡേൺ ആശയമാണ്. അക്കാഡമിക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇതൊരു പോസ്റ്റ് മോഡേൺ ആശയമാണ്. പക്ഷേ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ചായ്വിൻ്റെ പുറത്ത് ആളുകൾ ഈ വാദം പറയാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതലൊരു തീവ്ര ഫെമിനിസ്റ്റ്, തീവ്ര ഇടത് ധാരയിലുള്ള ആളുകൾ പറയാറുണ്ട്. Scientific studies have confirmed sex differences in the brain that lead to differences in our interests and behavior. These differences are not due to postnatal environment or social messaging.
സാമൂഹികമായിട്ടുള്ള കണ്ടീഷനിങ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, അതല്ലാതെ അല്ലാതെ നമ്മൾ ജന്മനാ തന്നെ ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഇൻട്രസ്റ്റ്, അതിലൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളതിന് ശാസ്ത്രീയമായിട്ടുള്ള അനവധി തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, അതല്ലാതെ അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ അല്ല എന്നുള്ളതാണ് ഡെബ്രോസോ വാദിക്കുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങൾ, തെളിവുകളൊക്കെ ഈ പുസ്തകത്തിനകത്തുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്കിവിടെ സമയമില്ല. നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാവുന്നതാണ് അതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ. ഇനി ഇവർ പറയുന്നുണ്ട് സോഷ്യലൈസേഷൻ എന്താ ചെയ്യുന്നത്? സോഷ്യലൈസേഷൻ ഷേപ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് അവർ ജെൻഡർ ഈസ് എക്സ്പ്രസ്ഡ് ഓർ സപ്രസ്ഡ്. നമ്മളെ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ എക്സ്പ്രഷൻ അത് എക്സ്പ്രസ് ചെയ്യണോ സപ്രസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ സൊസൈറ്റിക്ക് സാധിക്കും. പക്ഷേ ബട്ട് ഇറ്റ് ഡസൻ ഡിക്റ്റേറ്റ് വെദർ സംവൺ വിൽ ബി മാസ്കുലൈൻ ഓർ ഫെമിനൈൻ ഓർ വെദർ ഷീ ഓർ ഹീ വിൽ ബി ജെൻഡർ കൺഫേമിങ് ഓർ ജെൻഡർ അറ്റിപ്പിക്കൽ. അവർ നമുക്ക് ജന്മനാ തോന്നുന്ന ഒരു താല്പര്യം ഉണ്ടല്ലോ, അതിനകത്ത് സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൊസൈറ്റിക്ക് അതിൻ്റെ എക്സ്പ്രഷനെ നിയന്ത്രിക്കാൻ പറ്റും, അതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ പറ്റും. Whether a trait is deemed masculine or feminine is culturally defined, but whether a person gravitates toward traits that are considered masculine or feminine is driven by biology. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേറ്റ് അത് മസ്കുലൈൻ ആണോ ഫെമിനൈൻ ആണോ എന്ന് നിർവചിക്കുന്നത് സൊസൈറ്റി ആയിരിക്കും, പക്ഷെ അതിനോട് താല്പര്യം വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബയോളജി ആയിരിക്കും. അതാണ് പറയുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ ഇവിടെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ തല മൊട്ടയടിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാർ ചെയ്യുന്ന കാര്യമാണ് ഭൂരിഭാഗം. അപ്പോൾ മൊട്ടയടിച്ച് നടക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കൂടുതലും പുരുഷന്മാരായിരിക്കും, പക്ഷേ സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത് പൗരുഷത്തിൻ്റെ അടയാളമാണ് എന്ന് നിർവചിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ അടയാളമാണ് ഇന്ന ഒരു സംഭവം, ഇന്ന ഒരു പർട്ടിക്കുലർ ട്രേറ്റ് എന്ന് നിർവചിക്കുന്നത് സൊസൈറ്റി ആയിരിക്കും. പക്ഷേ അതിനോടുള്ള ഒരു താല്പര്യം, ഇപ്പോൾ മൊട്ടയടിച്ച് നടക്കാനുള്ളൊരു താല്പര്യം, അത് ബയോളജിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ, ഗർഭകാലത്ത് ടെസ്റ്റോസ്റ്ററോൺ എക്സ്പോഷർ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നാണ് ഡെബ്രോസോ പറയുന്നതിനകത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിയാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെനി പ്രോഗ്രസീവ്സ് ആർ വോക്കൽ സപ്പോർട്ടേഴ്സ് ഓഫ് സയൻസ് ആൻഡ് എവല്യൂഷൻ. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ജ്ഞാനോദയ യുക്തിവാദ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ പോലും ഈ ഐഡിയോളജി, ഇപ്പോൾ ജെൻഡറിൻ്റെ കാര്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്സിൻ്റെ കാര്യം വരുന്ന സമയത്ത്, ട്രാൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതുവരെ അവർ എവല്യൂഷനെയും സയൻസിനെയും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ജെൻഡർ ഡിഫറൻസസ് ഇൻ ബ്രെയിൻ അങ്ങനെ ഒരു വിഷയം വന്നാൽ അവിടെ എവല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും ഇവരുടെ സങ്കല്പത്തിൽ. പിന്നെ അവിടെ നടക്കുന്നത് ന്യൂറോ ക്രിയേഷനിസമാണ്. ഇവിടം വരെ ഓക്കെ എവല്യൂഷൻ, പക്ഷെ ഇവിടെ നിന്ന് മേലേക്ക് എന്താണ് ന്യൂറോ ക്രിയേഷനിസമാണ് അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അവർ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് ഇങ്ങനെ പറയും. ഇതൊരു സെക്യുലർ വേർഷൻ ഓഫ് ഇൻ്റലിജൻറ്റ് ഡിസൈനാണ് ഈ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഈ പറയുന്ന ശാസ്ത്രമാത്രവാദികൾ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസസ് ഉണ്ട്, ബയോളജിക്കൽ സെക്സ് ഡിഫറൻസസ് ഉണ്ട് ബ്രെയിനിൽ എന്നുള്ളത് അക്നോളജ് ചെയ്യുന്നത് അതൊരു സെക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. നമുക്കൊരു സ്ത്രീയും പുരുഷനെയും തുല്യമായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ധാർമ്മിക നിലപാടാണ്. അതിന് സയൻസായിട്ടൊരു ബന്ധമില്ല. സയൻസ് എന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പൊളിറ്റിക്കൽ, അതൊരു എന്താ പറയുക, മോറൽ സ്റ്റാൻഡാണ്. അതിന് സയൻസായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ശരിക്കും എന്താണ് സെക്സിസ്റ്റ് ആയിട്ടുള്ള നിലപാട് ഇവിടെ? ജെൻഡർ ഡിഫറൻസസ് അക്നോളജ് ചെയ്യുന്നതല്ല, മറിച്ച് സ്ത്രീകളും പുരുഷന്മാരും എല്ലാ രീതിയിലും തുല്യമായാലേ നമ്മളവരെ തുല്യമായി ട്രീറ്റ് ചെയ്യൂ എന്നുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം, അതാണ് ശരിക്കും സെക്സിസ്റ്റ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കുന്നോളം അല്ലെങ്കിൽ മലയോളം തെളിവുകൾ ഉണ്ടായാലും അതിനൊക്കെ നിഷേധിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന ഒരു എന്താ പറയുക വാദിക്കുക, അല്ലെങ്കിൽ അതിനങ്ങനെ ഒരു വാശി പിടിക്കാൻ്റെ കാരണം അതാണല്ലോ. സ്ത്രീയും പുരുഷനും എല്ലാ രീതിയിലും തുല്യമായാലേ അവരെ തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അവർ. പക്ഷെ ആ ഒരു നിർബന്ധമാണ് ശരിക്കും സെക്സിസം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സ്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല, ഇപ്പോൾ LGBTQ എന്ന് പറയും, ഇപ്പോൾ ലെസ്ബിയൻസ് ആയിക്കോട്ടെ, ഗേസ് ആയിക്കോട്ടെ, ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ജെൻഡർ ടിപ്പിക്കൽ അല്ലാതെ ഉള്ള ആൾക്കാർക്കൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾക്ക്, അവരുടെ കളക്റ്റീവായിട്ടുള്ള കോസിന് വേണ്ടിയിട്ടൊക്കെ നിലനിൽക്കാനും അവരോടുകൂടി എന്താ പറയുക അവരുടെ പോരാട്ടത്തിലൊപ്പം ചേരാനൊന്നും നമ്മൾ ഈ സയൻസ് വളച്ചൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ധാർമ്മികമായ നിലപാടുകളാണ്, മാനുഷിക നിലപാടുകളാണ്. ഇതിൽ സയൻസായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ ഇൻ്റർസെക്ഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇപ്പോൾ ജെൻഡറിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ ജെൻഡർ മെയിലും ഫീമെയിലും അല്ല, അതൊരു സ്പെക്ട്രം ആണെന്ന് കരുതുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം ഇനി അടുത്ത ചോദ്യം അതാണ്, ഇപ്പോൾ ജെൻഡർ ഇത് പറയുന്ന പോലെ തന്നെ സ്പെക്ട്രമാണോ അതോ ബൈനറി ആണോ എന്നുള്ളത്. ട്രാൻസ്ജെൻഡർ ശരിക്കും എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? അത് ട്രാൻസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പ്രിഫിക്സ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി അതർ സൈഡ് ഓഫ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബെർത്ത് സെക്സ്, നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി, ഇത് രണ്ടും ഇപ്പോൾ ബെർത്ത് സെക്സിന്റെ അതർ സൈഡിലാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ജനിക്കുന്നത് നമ്മുടെ സെക്സ് മെയിൽ എന്നുള്ളതായിരിക്കും, പക്ഷെ നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, സെക്സ് ഇവിടെ, ജെൻഡർ അവിടെ, അതർ സൈഡിലാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. തിരിച്ചു പോകാമോ, അതായത് നമ്മൾ ജനിക്കുന്നത് ഫീമെയിൽ ആയിട്ട് പക്ഷെ നമ്മളുടെ ജെൻഡർ ഐഡന്റിറ്റി മെയിൽ. ഈ സെക്സും ജെൻഡറും എന്താ പറയുക, രണ്ട് സൈഡിലാണെങ്കിൽ അവരെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുക. പലരും കരുതുന്ന പോലെ ട്രാൻസ്ജെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈ ഡെഫിനിഷൻ ട്രാൻസ്ജെൻഡർ ഇതാണ്, ഒരാളുടെ സെക്സിൻ്റെ അതർ ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ അതർ സൈഡിലാണ് ജെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള, അപ്പോൾ അടുത്ത ചോദ്യത്തിന്, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് ജെൻഡർ ഒന്ന് അതിനെ ഒരു സ്പെക്ട്രം ആക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജെൻഡർ ബൈനറി ആണെന്നുള്ള ഒരു വാദത്തിനെ പൊളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ വാക്ക് തന്നെ നോക്ക്. ഇനി ട്രാൻസ്ജെൻഡർ പോലെ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് സിസ് ജെൻഡർ. ഇപ്പോൾ സിസ് ഇത് പറയുന്ന പോലെ തന്നെ ഒരു ലാറ്റിൻ പ്രിഫിക്സ് ആണ്. അതിൻ്റെ അർത്ഥം ഓൺ ദിസ് സൈഡ് ഓഫ്. നമ്മൾ 99% ആളുകളും സിസ് ജെൻഡേഴ്സാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ സെക്സും നമ്മളുടെ ജെൻഡറും ഒരേ ഡയറക്ഷൻ ഒരേ സ്ഥലത്താണ്. അത് സിസ് ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സെക്സും ജെൻഡറും രണ്ട് സ്ഥലത്ത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ടാവണമെങ്കിൽ, ആ വാക്ക് അർത്ഥവത്താവണമെങ്കിൽ സെക്സും ജെൻഡറും ബൈനറി ആയേ പറ്റൂ, അല്ലേ? രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് ഓൺ ദിസ് സൈഡ് ഓഫ് അല്ലെങ്കിൽ ഓൺ ദാറ്റ് സൈഡ് ഓഫ് എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളൂ, ഇല്ലേ? രണ്ടിൽ കൂടുതൽ സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ ഏത് സൈഡാന്ന്. ക്ലിയർ ആണോ? ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ സെക്സ് ഓൺ ദി അതർ സൈഡ് ഓഫ് ജെൻഡർ. അപ്പോൾ സെക്സ് മെയിൽ ആവണം, അങ്ങനെയാണെങ്കിൽ ജെൻഡർ എന്തായാലും ഫീമെയിൽ ആവണം. അതല്ല, സെക്സ് ഫീമെയിൽ ആണെങ്കിൽ ജെൻഡർ മെയിൽ ആവണം. അങ്ങനെ ആ ഒരു ബൈനറി എന്നുള്ള ഒരു സങ്കല്പത്തിനകത്ത് മാത്രമേ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ശരിക്കും അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? സെക്സ് ബൈനറി ആണെന്നാണ്. അല്ല, ഐ മീൻ ജെൻഡർ ബൈനറി ആണെന്നാണ്. സെക്സ് ഓൾറെഡി ബൈനറി ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കും, ഇപ്പോൾ സ്പെക്ട്രമാണ്, ഈ ജെൻഡർ ഒരു ബൈനറി അല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ നമ്മൾ ശരി, അങ്ങനെയാണെങ്കിൽ എത്ര ജെൻഡേഴ്സ് ഉണ്ട്? അപ്പോൾ അവർ പറയും കുറേ ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 10-70 ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ജെൻഡേഴ്സാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കുക. നിങ്ങൾ സ്പെക്ട്രം വാദക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്പെക്ട്രം വാദം പറയുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാം, ശരി ഇപ്പോൾ മെയിലും ഫീമെയിൽ അല്ലാതെ ജെൻഡേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുക. നിങ്ങൾ ഞാൻ ഈ പുസ്തകം ഇതൊരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അവിടെ ട്രാൻസ് അല്ലെങ്കിൽ LGBT ആക്ടിവിസ്റ്റുകൾ ഒരുപാട് ജെൻഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ 70-ഉം 100-ഉം ഒക്കെ ജെൻഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ ഓരോ ജെൻഡർ ഇന്നതാണ് ഇന്നതാണെന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഉണ്ട്, ഒരു 1.5 പേജ്. എല്ലാതും ഇല്ല. അപ്പോൾ ബൈനറി അല്ല എന്ന് പറയുന്ന ആൾക്കാർ ലിസ്റ്റ് ചെയ്യുന്നതാണിത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ജെൻഡർ നോൺ ബൈനറി ഓർ UNBY. ഇവരെന്താ വെച്ചാൽ ദേ ഡോണ്ട് ഐഡൻറ്റിഫൈ എക്സ്ക്ലൂസീവ്ലി ആസ് ഈതർ മെയിൽ ഓർ ഫീമെയിൽ. അവർ ഒന്ന് മെയിലായിട്ടോ ഫീമെയിലായിട്ടോ എക്സ്ക്ലൂസീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അവരെ വിളിക്കുന്നതാണ് ജെൻഡർ നോൺ ബൈനറി ഓർ NB. ഇവർ പറയുന്നത് ഒരു മെയിലും അല്ല ഫീമെയിലും അല്ല, വേറൊരു ജെൻഡറാണെന്നുള്ളതാണ്. ശരി. അടുത്തത് ജെൻഡർ ക്യൂർ. ജെൻഡർ ക്യൂർ എന്ന് വെച്ചാൽ മീൻസ് എ പേഴ്സൺ ഐഡൻറ്റിഫൈസ് ആസ് നെയ്തർ ബോത്ത് ഓർ എ കോമ്പിനേഷൻ ദെയറിൻ. അവരൊന്നെങ്കിലും എന്താണ് രണ്ടായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെയിലായിട്ടും ഫീമെയിലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെയിലായിട്ടും ഫീമെയിലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി അതും അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അടുത്തത് ബൈ ജെൻഡർ ഓർ ആൻഡ്രോജൈൻ എന്ന് വെച്ചാൽ അവർ ഐഡൻറ്റിഫൈ ആസ് ബോത്ത്, രണ്ടായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, മെയിലായിട്ടും ഫീമെയിലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാർ. ഇനി ട്രൈജെൻഡർ ഉണ്ട്, ഐഡൻറ്റിഫൈസ് ആസ് 3 ജെൻഡേഴ്സ്. അവരൊരേ സമയം 3 ജെൻഡേഴ്സാണെന്ന് 3 ജെൻഡേഴ്സായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെയില് ഫീമെയില് പിന്നെ നേരത്തെ പറഞ്ഞ നോൺ ബൈനറി. കുറേയൊക്കെ കേട്ടാൽ നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല, അത് നമ്മുടെ കുറ്റമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ക്വാഡ് ജെൻഡർ ഐഡൻറ്റിഫൈസ് ആസ് 4 ജെൻഡേഴ്സ് അറ്റ് ദി സെയിം ടൈം. 3-ലൊന്നും നിൽക്കില്ല അത്.
ഇനി പാൻ ജെൻഡർ ഉണ്ട്, ഐഡൻറ്റിഫൈസ് ആസ് ഓൾ ജെൻഡേഴ്സ്. ഇനി ജെൻഡർ ന്യൂട്രൽ, ജെൻഡർ ഫ്രീ, എ ജെൻഡർ, ന്യൂട്രോയ്സ് ഇങ്ങനെയൊക്കെ പറയുന്ന ടേംസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് ജെൻഡറേ ഇല്ല. ചിലർക്ക് എല്ലാ ജെൻഡറും ഉണ്ട്, ചിലർക്ക് ജെൻഡറേ ഇല്ല. ഇനി ഏലിയ ജെൻഡർ, നെയ്തർ മെയിൽ നോർ ഫീമെയിൽ, അവർ മെയിലും അല്ല ഫീമെയിലും അല്ല. ഇനി ഡെമി ബോയ്, ഡെമി ഗേൾ, ഡെമി മാൻ എന്നൊക്കെ പറയുന്ന അവരെന്താ പാർട്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യും. ഒന്നിൽ ബോയ്, പാർട്ട്ലി ഐഡൻറ്റിഫൈ ആസ് എ ബോയ്, പാർട്ട്ലി അനദർ ജെൻഡർ. ഇതേപോലെ തന്നെ ഡെമി ഗേൾ, ഡെമി വുമൺ ഉണ്ട്, പാർട്ട്ലി ആസ് ഫീമെയിൽ. അവർ പാർട്ട്ലി, ഒരു ഭാഗികമായിട്ട് അവർ ഫീമെയിലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ബാക്കി വേറെ ജെൻഡർ. ഇനി ഇതുപോലെ ഫെമിനൈൻ ഓഫ് സെൻറ്റർ, അവർ ഫീൽസ് ഫെമിനൈൻ ബട്ട് ഡസൻറ്റ് ഐഡൻറ്റിഫൈ ആസ് എ വുമൺ. അവർ ഫീമെയിലായിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്, പക്ഷെ അവർ വുമണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ മസ്കുലൈൻ ഓഫ് സെൻറ്റർ ഉണ്ട്, അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താ മെയിലായിട്ടാണ്, പക്ഷേ അവർക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ താല്പര്യമില്ല. ഗേൾ ഫ്ലക്സ് ആൻഡ് പാരഗേൾ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ആസ് ഗേൾ ബട്ട് നോട്ട് ഫുള്ളി. അവർ കൂടുതലും ഗേളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പക്ഷേ മുഴുവനായിട്ട് അങ്ങ് ഗേളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ ബോയ് ഫ്ലക്സ് ഓർ പാരബോയ്, മോസ്റ്റ്ലി ആസ് ബോയ് ബട്ട് നോട്ട് ഫുള്ളി. ഇനി ജെൻഡർ ഫ്ലൂയിഡ്, ജെൻഡർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മണിക്കൂർ വെച്ചോ ദിവസം വെച്ചോ, അല്ല ഇതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. അടുത്തത് ലിബ്ര ഫെമിനൈൻ അല്ലെങ്കിൽ ലിബ്ര മാസ്കുലൈൻ. അതിൻ്റെ അർത്ഥം ഐഡൻറ്റിഫൈ മോസ്റ്റ്ലി ആസ് നെയ്തർ ജെൻഡർ. അവർ മിക്കവാറും എന്താ മെയിലായിട്ടോ ഫീമെയിലായിട്ടോ അവർക്ക് മിക്കവാറും അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ താല്പര്യമില്ല. രണ്ടിൻ്റെയും ഒരു ബിറ്റായിട്ട്, എ ബിറ്റ് ഓഫ് മെയിൽ, എ ബിറ്റ് ഓഫ് ഫീമെയിൽ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അടുത്തത് അമാൽഗ ജെൻഡർ, ദെയർ ഇൻ്റർസെക്സ് കണ്ടീഷൻ ഈസ് പാർട്ട് ഓഫ് ദെയർ ജെൻഡർ. നമ്മൾ നേരത്തെ ഇൻ്റർസെക്ഷനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഇൻ്റർസെക്സ് കണ്ടീഷൻ അവരുടെ ഭാഗമാണ് ജെൻഡറിൻ്റെ. അങ്ങനെയുള്ള ആൾക്കാരാണ് അമാൽഗ ജെൻഡർ. ഇനി ഇനീഷ്യൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, FTX, MTX എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അവർ FTX എന്ന് വെച്ചാൽ ബോൺ ഫീമെയിൽ, നൗ നോൺ ബൈനറി. MTX എന്ന് പറയുമ്പോൾ ബോൺ മെയിൽ, നൗ നോൺ ബൈനറി. കുറച്ചുകൂടെ കൗതുകരമായിട്ടുള്ള കുറച്ച് ജെൻഡേഴ്സ് ഉണ്ട്. മൂൺ ജെൻഡർ, ജെൻഡർ കംസ് ഔട്ട് ഓൺലി അറ്റ് നൈറ്റ്, അവർ രാത്രിയിലാണ് ജെൻഡർ വരുന്നത്. അടുത്തത് പസിൽ ജെൻഡർ, ജെൻഡർ ദാറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ് നീഡ്സ് ടു ബി പീസ് ടുഗദർ. ജെൻഡർ ഇങ്ങനെ ചെതിർക്കെടുക്കുകയാണ്, അപ്പോൾ അതിങ്ങനെ കൂട്ടിച്ചേർത്തൊരു പസിൽ അങ്ങനെ സോൾവ് ചെയ്യുന്ന പോലെ അത് കൂട്ടിച്ചേർത്ത് വേണം അവർക്ക് ജെൻഡർ മനസ്സിലാക്കാൻ. അടുത്തത് ആർബോർ ജെൻഡർ. ഈ ആർബോർ ജെൻഡർ ആയിട്ടുള്ള ആളുകൾ അവർ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മെയിലായിട്ടോ ഫീമെയിലായിട്ടോ ഒന്നുമല്ല, അവരൊരു മരമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദേ ഐഡൻറ്റിഫൈ ആസ് എ ട്രീ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞു ടൈറ്റിൽ പറഞ്ഞില്ലേ, നോ ലോജിക് ഓൺലി മാഡ്നസ്. ഇതിനകത്ത് സയൻസോ ലോജിക്കോ ഒന്നുമില്ല. ഇതൊക്കെ ജെൻഡറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഈ പറഞ്ഞതൊക്കെ? ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കുറേ ഡെഫിനിഷൻസ് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്താ പറയുക, കുറച്ച് മെയിൽ കുറച്ച് ഫീമെയിൽ അല്ലേ, അല്ലെങ്കിൽ കൂടുതൽ മെയിൽ കൂടുതൽ ഫീമെയിൽ, അല്ലെങ്കിൽ ഒരാൾ ഒന്നുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, മെയിലായിട്ടും ഫീമെയിലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ മെയിലായിട്ടും ഫീമെയിലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതന്നെയാണ് തിരിച്ചു മറിച്ച് ഇത്രയും നേരം പറഞ്ഞു കൊടുക്കുന്നതല്ലേ. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് എല്ലാം ഈ മെയിലും ഫീമെയിലും അതിൻ്റെ പല പ്രപ്പോർഷനായിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ ലിസ്റ്റ് ചെയ്തതിൽ ബഹുഭൂരിപക്ഷവും ഈ ഒരു ബൈനറിൽ നിന്നിട്ട് തന്നെ സംസാരിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം, ഭൂമിയിൽ 100% മെയിലായിട്ടോ അല്ലെങ്കിൽ 100% ഫീമെയിലായിട്ടുള്ള ആളുകളുണ്ടാവും? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് എല്ലാവരും, എവ്രി വൺ ഈസ് ടു സം എക്സ്റ്റെൻറ്റ്, എല്ലാവരും ഒരു പരിധി വരെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ട്രൈറ്റ്സ്. നമ്മൾ പുരുഷൻ എന്ന് പറയുന്ന ആളുകൾക്ക് പലരിലും ഇപ്പോൾ സ്ത്രീത്വത്തിൻ്റെ പല ലക്ഷണങ്ങളും കാണും, പല ട്രൈറ്റ്സ്, അല്ലെങ്കിൽ സ്ത്രീത്വം എന്ന് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ നിർവചിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ താല്പര്യങ്ങൾ കാണും. തിരിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീ ആയിട്ടുള്ള ആളുകൾ അവർക്ക് പുരുഷന്മാരുടെ ടിപ്പിക്കലായിട്ടുള്ള കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു മിക്സാണ് നമ്മളെല്ലാവരും, ഏറിയും കുറഞ്ഞു. അല്ലാതെ 100% പുരുഷൻ അല്ലെങ്കിൽ 100% സ്ത്രീ എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു ആരും ഭൂമിയിലില്ല. എല്ലാവരും ഇപ്പം നേരത്തെ ഇവർ പറയുന്ന ലോജിക്ക് വെച്ചാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനെയും ഓരോ ജെൻഡറാക്കാം. അവരെല്ലാം പല കോമ്പിനേഷനിൽ ഇങ്ങനെ മെയിലും ഫീമെയിലായിട്ട് വരുന്ന ആൾക്കാരാണ്. അതല്ല എങ്കിൽ നമ്മൾ ബയോളജിക്കൽ ഒരു പ്യുവർലി ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ഒന്നുകിൽ പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീയായിട്ട് അങ്ങനെ തോന്നുള്ളൂ. ഈ ഏരിയയും കുറഞ്ഞ താല്പര്യങ്ങളിൽ വ്യത്യാസം വരും, അതെല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ്. അതിൻ്റെ ഡിഗ്രിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് ബയോളജിക്കൽ ജെൻഡർ.
ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രതിഭാസമാണ്. ആ പ്രതിഭാസം ബൈനറിയാണ്. പിന്നെ ഇവരെങ്ങനെ ജെൻഡറിനെ നിർവചിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. ഈ ജെൻഡർ സ്പെക്ട്രമാണെന്ന് പറയുന്ന വാദിക്കുന്ന ആൾക്കാർ അവർ ലിസ്റ്റ് ചെയ്യുന്ന ജെൻഡേഴ്സിൻ്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു ടോക്ക്. അപ്പോൾ ഞാൻ മെയിൻ വിഷയത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു പുസ്തകം റിച്ചാർഡ് ഡോക്കിൻസ് വായിക്കുന്നു, ആൾക്കത് കൊള്ളാം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു, ഇയാൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് ഒരു ട്രാൻസ്ഫോബാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് വിടുന്നു. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു പ്രഭാഷണം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, എനിക്കിങ്ങനൊരു സംസാരിക്കാനൊരു വേദി ഒരുക്കി തന്ന സാപ്പിയൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും ഇത് കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.